അല്ലാണ്ട് എന്താണ് മമ്മൂട്ടിനെ കൊണ്ടുവരും, സുരേഷ് ഗോപിനെ കൊണ്ടുവരും എന്നല്ല, അതല്ല സ്വീകരിക്കാനായിട്ട് ജാസി അശ്വിനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ് സ്റ്റേജിലോട്ട്. വാഗ്ദാനം പറയുമ്പോൾ മമ്മൂട്ടിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ വേറെ നടന്മാരെ കൊണ്ടുവരുന്ന നമുക്ക് നടന്മാരൊന്നും കാണണ്ട. നമുക്ക് വേണ്ടത് പാവപ്പെട്ടവർക്ക് വീട് വേണം, വെള്ളം എടുത്ത് കുടിവെള്ളം വേണം, പാവപ്പെട്ടവരുടെ കല്യാണം വെച്ച് കൊടുക്കണം, ഇതൊക്കെ റോഡ് നേരായി കൊടുക്കണം, ഇതൊക്കെയാണ് വാഗ്ദാനങ്ങൾ. അല്ലാണ്ട് മമ്മൂട്ടിനെ ഇതേ കാലഘട്ടത്തിൽ എന്റെ പൊന്ന് ജാസിക്കൊണ്ട ഒരു പല വാഗ്ദാനങ്ങളും പറയും. മമ്മൂക്കനെ കൊണ്ടുവരും, ഇനിയിപ്പം നരേന്ദ്രമോദിനെ കൊണ്ടുവരും, ആരെ കൊണ്ടുവരുന്നു ഒരു പറയും. നിനക്കെന്താ ഇതിൽ കാര്യം? നീ ഒരു കുണ്ടത്തനം കാണിക്കുന്ന ഒരു വ്യക്തി, വേറൊന്നും നിന്നെ പറയാല്ല. ട്രാൻസ്ജെൻഡേഴ്സിനും അപമാനം, മറ്റേ അമ്മമാർക്കും സ്ത്രീകൾക്കും അപമാനം ഉണ്ടാക്കി വെക്കുക. ട്രാൻസ്ജെൻഡേഴ്സിൽ പോലും നിന്നെ അംഗീകരിച്ചില്ല, പിന്നെ നിനക്ക് എന്തുണ്ട്? അവരാരെങ്കിലും കൊണ്ടുവന്നട്ടെ, നീ വെറുതെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ നിൽക്കല്ലോ. രണ്ട് ഉണ്ടുള്ള ഇങ്ങോട്ട് വെടിവെക്കാൻ നിൽക്കരുത്. അത് കാര്യമില്ല. അതുകൊണ്ടാണ് ജാസി പറയുന്നത്, നീ നിന്റെ കുണ്ടൻചക്ക ആശീനില്ല, ആശയായിട്ടുള്ള ആളുകളെ നടക്കട്ടെ. ഒരു പല വാഗ്ദാനങ്ങളും കൊടുത്തോട്ടെ, അതൊക്കെ നീ എന്തിനാണ് ഇടപെടുന്നത്? എൻ്റെ അടിച്ച് മോന്തയും പൊട്ടിക്കും. മമ്മൂക്കനെ കൊണ്ടുവരും, ഇനി അതേപോലെ തന്നെ ഷാറൂഖ് ഖാനെ കൊണ്ടുവരും. അതൊക്കെ നീ എന്തിനാ ഇടപെടുന്നത്? നിനക്ക് ഇതിലൊന്നും അധികാരമില്ല. ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നീ കാരണം.